മന്ത്രി എന്നെ സംവാദത്തിന് വിളിച്ചു. അദ്ദേഹത്തോട് സംവാദം നടത്താൻ ഏറ്റവും കഴിവുള്ള വ്യക്തി അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയ ഇപ്പോൾ MP ആയിരിക്കുന്ന വി കെ ശ്രീകണ്ഠനാണ്. ശ്രീകണ്ഠനുമായിട്ട് അദ്ദേഹം എന്നേക്കാൾ കൂടുതൽ ഈ കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ അദ്ദേഹവുമാണ്. അതുകൊണ്ട് രാജേഷിനെ തോൽപ്പിച്ച് MP ആയ വി കെ ശ്രീകണ്ഠൻ തന്നെയാണ് അദ്ദേഹത്തിന് പറ്റിയ ആള്. വി കെ ശ്രീകണ്ഠനുമായിട്ട് അദ്ദേഹം ഒരു സംവാദത്തിന് ആദ്യം തയ്യാറാകട്ടെ. ഞങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് ഒരു സംവാദത്തിന് തയ്യാറാണ്. മുഖ്യമന്ത്രി സംവാദത്തിന് തയ്യാറാണെങ്കിൽ ഞങ്ങളതിന് തയ്യാറാണ്. രാജേഷുമായിട്ടുള്ള സംവാദം ഏതായാലും വി കെ ശ്രീകണ്ഠൻ നടത്തുന്നതായിരിക്കും പാലക്കാട് ജനങ്ങൾക്ക് താല്പര്യവും അതായിരിക്കും വസ്തുതാപരമായി കൂടുതൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നല്ലതെന്നുമാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇന്ന് ഇടതുമുന്നണി എടുത്ത ഈ തീരുമാനം അത് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതിന് ശേഷമാണ് ഇടതുമുന്നണി എടുക്കുന്നത് നമ്മൾ ആലോചിക്കണം. സാധാരണഗതിയിൽ തിരിച്ചാണ് ചെയ്യേണ്ടത്. ഇടതുമുന്നണി തീരുമാനം എടുത്തിട്ടാണ് മന്ത്രിസഭാ യോഗത്തിൽ പോകേണ്ടത്. പാലക്കാട്ടെ കേരളത്തിലെ ജനങ്ങൾക്കെതിരായിട്ടൊരു വെല്ലുവിളിയാണ്. സർവശക്തി ഉപയോഗിച്ച് ഇതിനെതിരായ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പോരാട്ടമുണ്ടാകും. അത് രാഷ്ട്രീയമായ മാത്രമല്ല, ഈ നാടിനെ സ്നേഹിക്കുന്ന, പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന, കുടിവെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഉള്ള സമരത്തിൽ എല്ലാവരും പങ്കുചേരണമെന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, പ്ലാച്ചിമട സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ അത് പാടെ മറന്നുകൊണ്ട് ഒരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഗതികെട്ട നിലപാടാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായ പോരാട്ടവുമായി തന്നെ മുന്നോട്ട് പോകും. ഒരു കാരണവശാലും ഈ പ്ലാന്റുകൾ ഇവിടെ ആരംഭിക്കാനുള്ള നടപടിയുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകരുത്. അങ്ങനെ പോയാൽ ജനങ്ങളുടെ ശക്തമായ പ്രതിരോധം ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. അത് UDF ചേരുന്നുണ്ട്. UDF യോഗം ചേർന്ന് അതിനെപ്പറ്റി ആലോചിക്കും 24-ാം തീയതി. അത്തരം കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വി കെ ശ്രീകണ്ഠനോട് അദ്ദേഹത്തിന്റെ ഭയമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ രണ്ടാമത് അദ്ദേഹം വീണ്ടും ശ്രീകണ്ഠനോട് മത്സരിക്കാൻ വരാഞ്ഞത്. ഞാൻ പിണറായി വിജയനുമായിട്ട് ഒരു സംവാദത്തിന് തയ്യാറാണ്. പാലക്കാട്ടെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അനുയോജ്യനായ വ്യക്തി ശ്രീകണ്ഠനാണ്. ശ്രീകണ്ഠനെ എന്തിനാണ് അദ്ദേഹം ഭയപ്പെടുന്നത്?